മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണം അനുവദിക്കില്ലെന്ന് തമിഴ്നാട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഇക്കാര്യമുള്ളത്. അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോകുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ് മൂർത്തി, കഴിഞ്ഞ ദിവസം തന്നെ TVKയുടെ ഒരു MLA, കമ്പം MLA ജഗന്നാഥ് മിശ്ര ഈ പുതിയ ഡാം നിർമ്മാണം എന്ന ആശയത്തെ എതിർത്തിരുന്നതാണ്. ഇപ്പോൾ TVK സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഏറെ കാലങ്ങളായിട്ടുള്ള ആവശ്യം, അതായത് കേരളത്തിൻ്റെ ആവശ്യമാണ് അവിടെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുക എന്നുള്ളത്. അതിനെ തമിഴ്നാട് ഇന്നും എതിർത്തുള്ളത്. ഇപ്പോൾ കൃത്യമായി തന്നെ വീണ്ടും TVK സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു നയപ്രഖ്യാപനത്തിൽ കൃത്യമായി തന്നെ പറയുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നു. മാത്രമല്ല, അറ്റകുറ്റപ്പണികളുമായി മുൻപോട്ട് പോകും. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികളുമായി മുൻപോട്ട് പോകും. അത് മറ്റൊരു തരത്തിലുള്ളത്. അവിടെ നിന്നും വലിയ സമ്മർദ്ദം, കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നതുമായി ബന്ധപ്പെട്ട്. അതെന്തായാലും നടപടിയാവില്ല, അല്ലെങ്കിൽ നടക്കില്ല, അതിനുള്ള അനുമതി നൽകാൻ കഴിയില്ല. നിലവിൽ തമിഴ്നാട് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ ഡാമിൻ്റെ ബലക്ഷയം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തി മുൻപോട്ട് പോവുക എന്നത് മാത്രമാണ്. എന്തായാലും പുതിയ ഡാം എന്നത് സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ആവശ്യം നിരാകരിച്ചിരിക്കുന്നു തമിഴ്നാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരിക്കൽ കൂടി നിരാകരിച്ചു. കാരണം മുൻപും സമാനമായ നിലപാടാണ് തമിഴ്നാട് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതേ നിലപാടിൽ തന്നെ തുടരുന്നു. ഒരു കാരണവശാലും അവിടെ പുതിയ ഡാമിന് അനുമതി നൽകാൻ കഴിയില്ല. അറ്റകുറ്റപ്പണികളുമായി മുൻപോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നയപ്രഖ്യാപനത്തിൽ തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ദിലീപ് കുമാർ, വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണം അനുവദിക്കില്ല എന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.